കഴിഞ്ഞ 6-7 മാസമായി ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങളിൽ ആശങ്കയോടെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും എന്ന് മടങ്ങി വരും എന്ന്. അവർ ഇനി മടങ്ങി വരുമോ? അവർക്കെന്തെങ്കിലും വലിയ കാര്യമായ അപകടം സംഭവിക്കുമോ? അവർ എന്നേക്കുമായി ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയോ? ഈ നിലയിലുള്ള ചർച്ചകൾ വരെയാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചത്. അതിൽ ഒട്ടുമിക്ക ചർച്ചകളും അല്പജ്ഞാനം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. എങ്കിലും ഏതാനും ദിവസത്തേക്ക് മാത്രം ബഹിരാകാശത്ത് പോയ അവർ 6-7 മാസം അവിടെ പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. എന്തായാലും അവർ ഇപ്പോൾ തിരിച്ചു വരാനൊരുങ്ങുകയാണ്, പ്രതീക്ഷിച്ചതിലും നേരത്തെ. അപ്പോൾ ആ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായി കാണുക, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുക. 2024 ജൂൺ മാസത്തിലാണ് 7 ദിവസത്തെ ദൗത്യവുമായി ബുച്ച് വിൽമോറും സുനിത വില്യംസും ബോയിങ്ങിൻ്റെ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. ഏതാനും ദിവസത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം അവർ സാധാരണ പോലെ ഇവിടെ മടങ്ങി വരേണ്ട, ഒരാഴ്ചയ്ക്ക് ശേഷം അവർ ഇവിടെ മടങ്ങി വരേണ്ടതായിരുന്നു. പക്ഷേ അവർ പോയ പേടകം, ആ പേടകത്തിൽ തന്നെയായിരുന്നു മടങ്ങി വരേണ്ടത്. ആ മടങ്ങി വരേണ്ട ആ പേടകത്തിൻ്റെ ത്രസ്റ്ററുകളിൽ ചില പ്രശ്നങ്ങൾ കണ്ടു. അതിൽ 28ഓളം ത്രസ്റ്ററുകളുണ്ട്. ആ 28ഓളം ത്രസ്റ്ററുകളിൽ 6-7 ത്രസ്റ്ററുകൾക്ക് ഹീലിയം ലീക്ക് ഉണ്ടായി. അത് ഒരു തകരാറാണ്. പക്ഷേ ആ തകരാർ പൂർണ്ണമായും കുറ്റമറ്റ രീതിയിൽ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുത്ത് അവർ ആ പേടകത്തിൽ മടങ്ങേണ്ട എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവർ ഇത്രയും നാൾ അവിടെ കുടുങ്ങിപ്പോയത്. സത്യത്തിൽ എന്താണ് ആ പേടകത്തിന് സംഭവിച്ചത്, അതിൻ്റെ ത്രസ്റ്ററുകൾക്ക് സംഭവിച്ചത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തിനാണ് പേടകത്തിലെ ത്രസ്റ്ററുകൾ എന്ന് മനസ്സിലാക്കണം. ത്രസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ചെറു റോക്കറ്റുകൾ തന്നെയാണത്. ബഹിരാകാശത്ത് ഒരു പേടകത്തിന് വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ ഒന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഭൂമിയിലെ പോലെ ആക്സിലറേറ്റർ കൊടുക്കാനും ബ്രേക്ക് ചവിട്ടാനും ഒന്നും കഴിയില്ല. അപ്പോൾ ആ പേടകത്തിൻ്റെ പല ഭാഗത്തായി ഘടിപ്പിച്ചിരിക്കുന്ന ഈ ചെറു റോക്കറ്റുകൾ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് അതിനെ തിരിക്കുക എന്നുള്ളതാണ് ചെയ്യുക. വലത്തോട്ടാണ് തിരിക്കേണ്ടതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ റോക്കറ്റ് ആ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയും. അങ്ങനെ പേടകത്തിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഈ ത്രസ്റ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അതിലെ ഈ ത്രസ്റ്ററുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രവർത്തിപ്പിച്ച് പേടകത്തിൻ്റെ വേഗത കുറച്ച് പതുക്കെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. ഈ ത്രസ്റ്ററുകൾ പ്രവർത്തിക്കുന്ന എങ്ങനെയാണ്? റോക്കറ്റിനെ പോലെ തന്നെ ഇന്ധനം ഉപയോഗിച്ച് തന്നെയാണ് അതും പ്രവർത്തിക്കുക. അതിന് ഒരു കമ്പസ്റ്റൻ ചേംബർ ഉണ്ടാകും, ചെറിയ എഞ്ചിൻ ഉണ്ടാകും, അതിൽ ഇന്ധനങ്ങൾ ഉണ്ടാകും. ആ ഇന്ധനങ്ങൾ കമ്പസ്റ്റൻ ചേംബറിലേക്ക് വന്ന് അതിനെ ജ്വലിപ്പിച്ച് അങ്ങനെയാണ് ത്രസ്റ്ററുകളും പ്രവർത്തിക്കുക. അതിൽ ഒരു 6-7 ത്രസ്റ്ററിന് ഒരു പ്രശ്നം വന്നത് എന്താണ് എന്ന് വെച്ചാൽ, കൃത്യമായി അതിൻ്റെ കമ്പസ്റ്റൻ ചേംബറിലേക്ക് ഇന്ധനം ഒഴുകി എത്തുന്നില്ല. ഒരു പ്രഷർ കൊടുക്കുമ്പോഴാണ് ആ ഇന്ധനം അതിൻ്റെ കമ്പസ്റ്റൻ ചേംബറിലേക്ക് ഒഴുകുക. ആ പ്രഷർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ പ്രഷർ കൊടുക്കാൻ വേണ്ടി അതിൽ ഹീലിയം വാതകം നിറച്ചിട്ടുണ്ടാകും. ഹീലിയം വാതകത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് ഹൈലി ഇനർട്ടായിട്ടുള്ള വാതകമാണ്. അതൊന്നിനോടും പ്രതിപ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എവിടെയും നമുക്കത് നിറയ്ക്കാം. ആ ഹീലിയം വാതകം ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ കൊടുക്കുമ്പോൾ ആ ഹീലിയം വാതകം ഈ ഇന്ധനവുമായോ ഓക്സിഡൈസറുമായിട്ടോ ഒന്നും റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് എല്ലാ റോക്കറ്റ് എഞ്ചിനുകളിലും ഹീലിയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഹീലിയം, അതിൽ ഇന്ധനത്തിന് പ്രഷർ കൊടുക്കേണ്ട ഹീലിയം വാതകം ചില ത്രസ്റ്ററുകളിൽ ചെറുതായി ലീക്ക് വന്നു. അത് ആവശ്യത്തിന് പ്രഷർ കൊടുക്കുന്നില്ല എന്ന ഒരു സംശയം വന്നു. അതായിരുന്നു ഇവർ പോയ ആ ബോയിങ് പേടകത്തിൻ്റെ പ്രശ്നം. അത് ശരിയാക്കാൻ അവർ അവിടെ വെച്ച് നോക്കി. പക്ഷേ അതിൽ നാസയ്ക്കും ഇവർക്കും പൂർണ്ണ തൃപ്തി വന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഇവർ വരണ്ട എന്ന് തീരുമാനിച്ചു. ഇനിയും ഈ ത്രസ്റ്ററുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തിരിക്കുകയാണ്. അൺഡോക്ക് ചെയ്യാനും ത്രസ്റ്ററുകൾ പ്രവർത്തിക്കണം.
അങ്ങനെ ആ ത്രസ്റ്ററുകൾ പ്രവർത്തിച്ച് ഇത് അൺഡോക്ക് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രവർത്തിപ്പിച്ച് ഇതിൻ്റെ വേഗത കുറച്ച് പതുക്കെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പേടകത്തിൻ്റെ വേഗത കുറയ്ക്കാൻ വേണ്ടി ഉള്ള ഈ ത്രസ്റ്ററുകൾ അത് ആവശ്യത്തിന് പ്രഷർ കൊടുത്തില്ല, ത്രസ്റ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ പേടകത്തിൻ്റെ വേഗത കുറയില്ല. വേഗത കുറഞ്ഞില്ലെങ്കിൽ ഇത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയുമില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഇവർ ഒരുപക്ഷെ അനിശ്ചിതമായി എന്നേക്കുമായി ഈ ക്യാപ്സൂളിൽ ബഹിരാകാശത്ത് പെട്ടുപോകും. പിന്നീട് ഒരിക്കൽ അൺഡോക്ക് ചെയ്തു കഴിഞ്ഞ് വീണ്ടും സ്പേസ് സ്റ്റേഷനുമായി ഡോക്ക് ചെയ്യുക എന്നതും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ പെട്ടുപോകാനോ ഇവരെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകാനോ അപകടം സംഭവിക്കാനോ ഒക്കെ ഉള്ള ഒരു വിദൂര സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പേടകം ഉപയോഗിക്കാതെ ഈ പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങണ്ട എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇവരില്ലാതെ എംടി ആയിട്ടുള്ള പേടകം, യാത്രക്കാരില്ലാത്ത പേടകം അതിൽ നിന്ന് വേർപെട്ട് അൺഡോക്ക് ചെയ്ത് സുരക്ഷിതമായി ഇവിടെ ലാൻഡ് ചെയ്തു. പക്ഷേ ഈ യാത്രക്കാരെ അതിൻ്റെ അകത്ത് കയറ്റിയില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെയുള്ള ഒരു ചെറിയ അശ്രദ്ധ, ഇങ്ങനെയുള്ള ഒരു ചെറിയ കാരണം കൊണ്ടാണ് സ്പേസ് ഷട്ടിലുകളായ ചാലഞ്ചറും കൊളംബിയയും ഒക്കെ പൊട്ടിത്തെറിച്ച് കൽപ്പന ചൗള അടക്കമുള്ള 10-14 പേർ മരിച്ചുപോയത്. അതിനുശേഷം ഒരു 0.5% പോലും റിസ്ക് നാസയോ ബഹിരാകാശ ഏജൻസിയോ എടുക്കാറില്ല. അതാണ് അന്ന് ആ പേടകത്തിന് സംഭവിച്ചത്. അപ്പം ഇത്രയും നാളായില്ലേ ഇതിനിടയ്ക്കൊരു പേടകം അയച്ച് അവരെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതത്ര എളുപ്പമല്ല സുഹൃത്തുക്കളെ. വഴിയിൽ നമ്മുടെ ഒരു ടാക്സ് കേടായിക്കഴിഞ്ഞാൽ ഒരു കാറും കൊണ്ട് ചെന്ന് അവിടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരുന്ന മാതിരിയല്ല ബഹിരാകാശത്തേക്കൊരു പേടകം അയക്കുക എന്ന് പറയുന്നത്. അത് കൃത്യമായ ഷെഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മാത്രം ചെയ്യുന്നതാണ്. ഇത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു കാര്യമായതുകൊണ്ട് ഇങ്ങനെ എങ്ങാനും അവർ അവിടെ പെട്ടുപോയാൽ അതുപോലൊരു പ്ലാൻ ബി ഇവിടെ ഉണ്ടായിരുന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുവരാനുള്ളൊരു പേടകത്തിന് വേണ്ടി അടുത്ത പേടകം വിക്ഷേപിച്ച് അവിടെ യാത്രക്കാർ ചെല്ലുന്നത് വരെ അവർക്ക് അവിടെ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. അതിനിടെ പെട്ടെന്നൊരു പേടകം അയക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരു പേടകം ഒരു പ്രാവശ്യമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. വീണ്ടും അടുത്ത ദൗത്യത്തിന് വേണ്ടി പേടകം ഉണ്ടാക്കിയെടുക്കണം, മനുഷ്യർക്ക് പോകാനുള്ള പേടകം. ഇതിനിടയ്ക്ക് അവിടെ കാർഗോയൊക്കെ ധാരാളം പോയിട്ടുണ്ട്. അവിടേക്കുള്ള സാധനങ്ങളുമായി ആ പേടകത്തിലൊന്നും കയറി മനുഷ്യർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. തിരിച്ചു വരാൻ കഴിയുന്ന പേടകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതുപോലെ വലിയ ഒരുപാട് ടെക്നോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഉള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ സ്പേസ് എക്സിൻ്റെ ഒരു പേടകം അവിടേക്ക് യാത്രക്കാരുമായി പോകുന്നുണ്ട്. ആ പേടകം തിരിച്ചു വരാൻ പാകത്തിൽ തയ്യാറാക്കിയ പേടകമാണ്. ആ പേടകത്തിലാണ് അവർ വരുന്നത്. ഒരു ഗഗനചാരിയെ ബഹിരാകാശത്തെത്തിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏതാണ്ട് 400 മുതൽ 500 കോടി രൂപ വരെ ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. അതുമല്ല, അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന വളരെ ഒരു പടുകൂറ്റൻ സെറ്റപ്പ് അവിടെയുണ്ട്. അതിൽ എത്ര കാലം വേണമെങ്കിൽ കഴിയാനുള്ള അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ റിസ്കിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും അവിടെ ഈ 6-7 മാസം തങ്ങിയത്. അവർ മാർച്ച് പകുതിയോടുകൂടി മടങ്ങി വരാൻ പോവുകയാണ്. ഇവിടെ വേറെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പലരും ചോദിക്കുകയും ചെയ്തു. ദീർഘകാലം ഇങ്ങനെ ബഹിരാകാശത്ത് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിനുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ചില ചോദ്യങ്ങൾ പല കമൻറ്റുകളിലും വന്നിട്ടുണ്ട്. അതിനുകൂടി ഇവിടെ ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ചുറ്റുപാടുകളോട് ഇണങ്ങി ജീവിക്കാൻ മാത്രം ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്, സംവിധാനം ചെയ്യപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിന് പ്രകൃതി കൽപ്പിച്ചിരിക്കുന്ന പരമാവധി വേഗത ഒരു 20-25 km/h ആണ്. അതായത് അത്രയും സ്പീഡിൽ നമുക്ക് ഓടാം. അത്രയും സ്പീഡിൽ ഓടിയാൽ, അത്രയും സ്പീഡിൽ സഞ്ചരിച്ചാൽ സംഭവിക്കാവുന്ന അപകടങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ട ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട്. അതിന് മുകളിലുള്ളൊരു വേഗത നമ്മുടെ മനുഷ്യ ശരീരത്തിന് പ്രകൃതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ വലിയ പരിക്കുകൾ പറ്റുന്നതും മരണങ്ങളൊക്കെ സംഭവിക്കുന്നതും. അതുപോലെ ഈ ഭൂമിയിൽ
ഗ്രാവിറ്റി എന്ന് പറയുന്ന ഗുരുത്വാകർഷണം എന്ന് പറയുന്ന വലിയ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഗുരുത്വാകർഷണത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനുഷ്യ ശരീരം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ബഹിരാകാശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ഗുരുത്വാകർഷണത്തിൽ കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നോർമലായി നടക്കാൻ കഴിയുന്നത്, ഇരിക്കാൻ കഴിയുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ്. ആ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ശരീരവും ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളും എല്ലും പല്ലും കണ്ണും എല്ലാം തയ്യാറായിരിക്കുന്നത്, എല്ലാം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഗ്രാവിറ്റി ഒട്ടുമില്ലാത്ത ബഹിരാകാശത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു താളമുണ്ട്, ഒരു റിഥമുണ്ട്, അതിൻ്റെ ഒരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റം മുഴുവനും അവിടെ ഡിസ്റ്റർബ് ആവുകയാണ്. ബഹിരാകാശത്ത് കുറച്ച് കൂടുതൽ നാൾ കഴിയുമ്പോൾ നമ്മുടെ എല്ലുകളുടെ ബലം കുറയാൻ സാധ്യതയുണ്ട്, കുറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നാം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ഭാരമുണ്ട്, ഭൂമി ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ എല്ലുകൾക്ക് മുകളിൽ ഒരു സ്ട്രെസ്സ് വരുന്നുണ്ട്. എന്നാൽ ബഹിരാകാശത്ത് എല്ലുകൾക്ക് മുകളിൽ ആ സ്ട്രെസ്സ് വരുന്നില്ല. ആ സ്ട്രെസ്സ് വരാത്തത് കൊണ്ട് തന്നെ ഇതിൽ കാൽഷ്യത്തിൻ്റെ ആവശ്യം അധികം വരുന്നില്ല, ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ശരീരത്തിൽ കാൽഷ്യം ഒരുപാട്, ഈ എല്ലുകളിൽ കാൽഷ്യം ഒരുപാട് കുറയും. അങ്ങനെ കാൽഷ്യം കുറയുമ്പോൾ എല്ലുകളുടെ ബലം കുറയും. അതുപോലെ തന്നെ ബഹിരാകാശത്തായിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ബഹിരാകാശ യാത്രികർക്കൊക്കെ ഇവിടെ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ പറന്നു നടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭാരമില്ല, കുപ്പിയിൽ നിന്ന് ഒഴിച്ചാൽ വെള്ളം ഒഴുകില്ല, നമ്മൾ കുലുക്കിയാൽ വെള്ളം ഇങ്ങനെ വലിയ വലിയ ഉരുളകളായി ഇങ്ങനെ അന്തരീക്ഷത്ത് പറന്നു നടക്കും. ഇതേ എഫക്റ്റ് നമ്മുടെ ശരീരത്തിനകത്തുമുണ്ടാകും. ബ്ലഡിൻ്റെയും ബോഡി ഫ്ലൂയിഡ്സിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റ് നടക്കുന്നത് ഈ ഗുരുത്വാകർഷണത്തിൻ്റെ കൂടി സ്വാധീനത്തിലാണ്. എന്നാൽ ഗുരുത്വാകർഷണം ഇല്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ബോഡി ഫ്ലൂയിഡൊക്കെ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, തുടർച്ചയായി ഛർദി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തലച്ചോറിലും ഹൃദയത്തിലും അങ്ങനെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തുമെല്ലാം ഈ ബോഡി ഫ്ലൂയിഡ് വെറുതെ കടന്നു ചെല്ലാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. ഇത് പലപ്പോഴും പല രീതിയിൽ പ്രവചിക്കാനാവാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും. അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ അത് വലിയ സെറ്റപ്പാണെങ്കിലും ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഫീലിംഗാണ്, ഒരു ജയിലിൽ കിടക്കുന്ന മാതിരിയുള്ള ഫീലിംഗാണ്. ഇത് കുറേ നാൾ കഴിയുമ്പോൾ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. കാരണം ഈ നടപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മറന്നിട്ടുണ്ടാവും, നമ്മുടെ ശരീരം തന്നെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ എടുത്തുകൊണ്ടൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോവുക. പിന്നെ കുറച്ച് സമയമെടുത്തിട്ട് വേണം ഇവർ നടക്കാൻ പഠിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുന്നത് പോലെ പിച്ച വെച്ച് നടക്കാൻ പഠിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് വരണം. അങ്ങനെ കുറേ നാൾ ബഹിരാകാശത്ത് കഴിഞ്ഞപ്പോൾ ശരീരം അതിനോട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട സമയം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനിടയിലും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയാണ് അതുപോലെ ശാരീരിക മാനസിക ക്ഷമതയുള്ളവരെ മാത്രമേ ബഹിരാകാശ യാത്രകൾക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. എക്സ്ട്രീം കണ്ടീഷനെ ഫേസ് ചെയ്യാൻ വേണ്ട ആ ഒരു ശക്തി കരുത്തവർക്കുണ്ടാകും. അതികഠിനമായ പരിശീലനങ്ങളുണ്ടാവും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ ബഹിരാകാശത്തേക്ക് അയക്കുക. അതുപോലെ തന്നെ ബഹിരാകാശത്തേക്ക് പോകുമ്പോഴും തിരിച്ചും വരുമ്പോഴും ഉണ്ടാകുന്ന ഗുരുത്വാകർഷണത്തിൻ്റെ എഫക്റ്റ്, ഗുരുത്വാകർഷണത്തിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇവർ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് പല മടങ്ങ് കൂടും. അതായത് ഒരു 60-70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് 6-7 ടൺ ഭാരം ഫീൽ ചെയ്യും. കാരണം ഗുരുത്വാകർഷണത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ച് അങ്ങനെ വളരെ വലിയ ഭാരം ഫീൽ ചെയ്ത് പെട്ടെന്നാണ് ഭാരമില്ലായ്മയിലേക്ക് മാറുന്നത്. അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഈ ദീർഘകാലം ബഹിരാകാശത്ത് കഴിയുന്നവർക്ക് വളരെ കർശനമായ വ്യായാമ മുറകളുണ്ടാകും. ആ വ്യായാമം അവർ കൃത്യമായി അവിടെ ചെയ്യുകയും വേണം. ആ
വ്യായാമം ചെയ്യാൻ വേണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും ബഹിരാകാശ നിലയത്തിലുണ്ടാകും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശാരീരികമായ പ്രകൃതി മനുഷ്യന് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോർമൽ ലൈഫിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തു എന്നും വരാം. ഇതൊക്കെയാണ് ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സുനിത വില്യംസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ നടക്കാൻ മറന്നുപോയി എന്ന്. അത് ഒരു ആലങ്കാരികമായിട്ടാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ അകത്ത് ഒരു വാസ്തവമുണ്ട്. എന്തായാലും സുനിത വില്യംസും ബുഷ് വിൽമോറും ഉടനെ തന്നെ മടങ്ങി വരും. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.